ജല്ലിക്കെട്ട് ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി പനീർശെൽവമാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതേസമയം ജല്ലിക്കെട്ടിനിടെ കഴിഞ്ഞ ദിവസം കാളയുടെ കുത്തേറ്റ ഒരാൾ കൂടി മരിച്ചു. ശങ്കർ എന്ന പോലീസുകാരനാണ് മരിച്ചത്. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോർജറ്റ് ജോൺ ചേരുന്നു. ജോർജറ്റ്, എന്തൊക്കെയാണ് ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ അരങ്ങേറിയത്? മറ്റു വിശദാംശങ്ങൾ കൂടി. അജിംഷാദ്, ജല്ലിക്കെട്ട് നടത്തണമെന്നാവശ്യപ്പെട്ട് വളരെ വലിയ പ്രക്ഷോഭങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേക നിയമസഭ ചേർന്ന് ജല്ലിക്കെട്ടിന് അനുമതി നൽകിക്കൊണ്ടുള്ള നിയമം തമിഴ്നാട് നിയമസഭ പാസാക്കിയത്. മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബില്ല് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തത്. ഏകകണ്ഠമായി ബില്ല് അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് തമിഴ്നാട്ടിലുണ്ടായത്. കഴിഞ്ഞ ദിവസം ഓർഡിനൻസ് ഇറക്കി ജല്ലിക്കെട്ട് നടത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അതിനുള്ള നീക്കങ്ങൾ നടത്തി എങ്കിലും ഉദ്ഘാടന ജല്ലിക്കെട്ട് പരിപാടി പോലും തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മധുരയിൽ പനീർശെൽവം ഉദ്ഘാടനത്തിന് എത്തിയെങ്കിലും ഓർഡിനൻസ് അല്ല, സ്ഥിരം നിയമം വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുകയും പ്രക്ഷോഭം ശക്തിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ നിയമസഭാ സമ്മേളനം ചേർന്ന് ജല്ലിക്കെട്ടിന് നിയമം ബിൽ അവതരിപ്പിച്ച് അത് പാസാക്കിയെടുക്കാൻ തമിഴ്നാട് സർക്കാർ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടായത്. അതേസമയം ഇന്നും ജല്ലിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ട് സമരക്കാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷൻ അടക്കം തീയിടുന്ന നടപടികളിലേക്ക് സമരം നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇതിനിടെ കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ നടന്ന ജല്ലിക്കെട്ടിൽ വിവിധ അപകടങ്ങളും സംഭവിച്ചിരുന്നു. ഇന്നലെ 2 പേർ മരിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. അതേ തുടർന്ന് പരിക്കേറ്റ ഒരാൾ ഇന്ന് മരണമടഞ്ഞു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഏതായാലും ജല്ലിക്കെട്ടിന് നേരത്തെ കോടതിയിൽ നിലവിലുള്ള വിധി കൽപ്പിക്കാൻ കോടതി സമയം ജല്ലിക്കെട്ടിനുള്ള വിധി പറയാൻ കോടതി കാത്തിരിക്കുകയാണ്. ഈ ആഴ്ച കോടതിയുടെ വിധി വരുമെന്നിരിക്കെയാണ് ഇത്തരം വലിയൊരു പ്രക്ഷോഭം തമിഴ്നാട്ടിൽ അരങ്ങേറിയത്. അപ്പോൾ തന്നെ തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും കോടതിയോട് തങ്ങളുടെ വാദം കൂടി കേട്ട ശേഷമേ അന്തിമ വിധി പറയാവൂ എന്ന് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. അജിംഷാദ്. ശരി ജോർജറ്റാണ് വിവരങ്ങൾ നൽകിയത്. ജല്ലിക്കെട്ടിനെ നിയമമാക്കി തമിഴ്നാട് നിയമസഭ, ഇതിൻ്റെ വിവരങ്ങളാണ് നൽകിയത്. ഒപ്പം ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരാൾ കൂടി മരിച്ചു. കാളയുടെ കുത്തേറ്റ പോലീസുകാരനാണ് മരിച്ചത്. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ജോർജറ്റ് ജോൺ നൽകിയത്. കേരളത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിന് കാരണം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിലെ അപാകത മൂലമെന്ന് മുഖ്യമന്ത്രി പിണറായി. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി KV തോമസിനും UDF സർക്കാരിനും വീഴ്ച പറ്റിയെന്നും പിണറായി വിജയൻ. ധാന്യവിഹിതം പുനഃസ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുന്ന കാര്യം ഈ ബജറ്റിൽ പരിഗണിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ മുഖ്യമന്ത്രി പിണറായി ഇക്കാര്യങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയാണ്? തീർച്ചയായും അതെ. ഈ 2013 ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതോടെയാണ് സംസ്ഥാനത്തിനുള്ള അരിവിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. 16 ലക്ഷം മെട്രിക് ടൺ അരി കിട്ടിയെടുത്ത് ഇപ്പോൾ നൽകുന്നത് 14 ലക്ഷം മെട്രിക് ടൺ അരി മാത്രമാണ്. 2 ലക്ഷം മെട്രിക് ടൺ അരിയുടെ കുറവാണ് ഇതിലൂടെ സംസ്ഥാനത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ റേഷൻ വീതം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. 20 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിനുള്ള ഇപ്പോഴത്തെ ധാന്യവിഹിതത്തിലെ കുറവ് ഉടൻ പരിഹരിക്കുമെന്നൊരു ഉറപ്പ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകിയതായി പിണറായി വിജയൻ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കുകയുണ്ടായി. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതോടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനും മറ്റും കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ഈ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിലെ അപാകത മൂലമാണ് ഈ റേഷൻ വിഹിതം ഇത്രയധികം സംസ്ഥാനത്തിന് കുറയാൻ കാരണമായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിൽ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി KV തോമസിനും അതോടൊപ്പം UDF സർക്കാരിനും വൻ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതിനാൽ ഒരു ശുഭപ്രതീക്ഷയാണുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതോടൊപ്പം എയിംസിനുള്ള സ്ഥലം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് എയിംസിനുള്ള സ്ഥലം പ്രഖ്യാപിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ എയിംസ് ഇതിനു വേണ്ടിയുള്ള തുടർ നീക്കങ്ങളും സംബന്ധിച്ച് ഈ ബജറ്റിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൽക്കരി അഴിമതി കേസിൽ മുൻ CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ്. കേസ് അന്വേഷണത്തിൽ സിൻഹ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. സിൻഹ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പ്രഥമ ദൃഷ്ട്യാ
തെളിഞ്ഞതായുള്ള പ്രത്യേക സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് സുപ്രീം കോടതി നടപടി. ജസ്റ്റിസ് MP ലോക്കൂർ അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. കഴിഞ്ഞ ജൂലൈ 12-നാണ് മുൻ CBI ഉദ്യോഗസ്ഥനായ ML ശർമ്മ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറിയിരുന്നത്. രാജ്യത്തെ അഭിഭാഷകരിൽ പകുതിയും വ്യാജന്മാരാണെന്ന് ബാർ കൗൺസിൽ മേധാവി മരൺകുമാർ മിശ്ര. കോടതിയിലെത്തുന്നവരുടെ യോഗ്യത പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ അഭിഭാഷകരുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇതെന്നും കൂട്ടിച്ചേർത്തു. വ്യാജ അഭിഭാഷകരുടെ എണ്ണം പെരുകുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ബാർ കൗൺസിൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചത്. 2 വർഷത്തിലധികമായ പരിശോധനകൾക്കൊടുവിലാണ് രാജ്യത്താകെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരിൽ 45% പേർ വ്യാജന്മാരാണെന്നാണ് ബാർ കൗൺസിലിന്റെ കണ്ടെത്തൽ. 2012-ലെ കണക്കനുസരിച്ച് രാജ്യത്തെ വിവിധ ബാർ കൗൺസിലുകൾക്ക് കീഴിലായി 14 ലക്ഷം അഭിഭാഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാർ കൗൺസിൽ പരിശോധന ആരംഭിച്ചതിനു ശേഷം രജിസ്റ്റർ ചെയ്ത അഭിഭാഷകരുടെ എണ്ണം 6.5 ലക്ഷമായി കുറഞ്ഞു. വ്യാജ നിയമബിരുദമുള്ളവരും ഒരു ബിരുദം പോലും ഇല്ലാത്തവരും അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നുവെന്നും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻകുമാർ മിശ്ര വ്യക്തമാക്കി. പല വ്യാജന്മാരും കോടതികളിലെ സജീവ അഭിഭാഷകരാണെന്നും ബാർ കൗൺസിൽ ചെയർമാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം വ്യാജന്മാരെ കണ്ടെത്താൻ ശക്തമായ നടപടികൾ തന്നെ ബാർ കൗൺസിൽ ആരംഭിച്ചു. കീഴ്ക്കോടതി തലം മുതൽ സൂക്ഷ്മ പരിശോധനകൾ നടത്താൻ ബാർ കൗൺസിൽ തീരുമാനവുമെടുത്തു. നിയമബിരുദം ലഭിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതികൾക്കും കൗൺസിൽ രൂപം നൽകിയിട്ടുണ്ട്. വ്യാജ അഭിഭാഷകരുടെ എണ്ണപ്പെരുക്കം നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഇടെ കേരള സർവകലാശാലയുടെ ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. നിഷ്പക്ഷവും നീതിപൂർവവുമായ തെളിവെടുപ്പ് നടത്തുമെന്നും വിദ്യാർത്ഥികൾക്ക് ഇമെയിലിലൂടെ സർവകലാശാലയെ പരാതി അറിയിക്കാമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. അഫിലിയേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ P. രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് തെളിവെടുക്കാനെത്തിയത്. സമരത്തിനെത്തിയ വിദ്യാർത്ഥികൾ കോളേജിലെ വിവിധ പ്രശ്നങ്ങൾ സമിതി അംഗങ്ങൾക്ക് മുമ്പാകെ നിരത്തി. പരാതി നൽകാൻ നേരിൽ കഴിയാത്തവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകാമെന്നും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെളിവെടുപ്പ് നടത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടിട്ട് ആ പരാതികളിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളിത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് എപ്പോൾ എങ്ങനെ വരുന്ന പരാതികളെ ഞങ്ങൾക്ക് സ്വീകരിക്കാം. നേരിട്ട് വരുന്നത് ഫിസിക്കലി കുട്ടികൾ ഒരുപാട് പേര് തന്നതുകൊണ്ട് നേരിട്ട് അവരെ കേൾക്കാൻ വരുന്നു എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പും സാധ്യമല്ലെന്ന് കോളേജ് ഡയറക്ടറായ കൊലിയക്കോട് നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്ക് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. രാജിവെച്ചെങ്കിലും അവരുള്ളത് പറഞ്ഞ് അവിടെ എത്തിയാലേ പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണ് ഒരു പ്രധാന ആവശ്യം. പ്രിൻസിപ്പലിനെ മാറ്റം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൂടെ മാറ്റിയിട്ടുണ്ടാ. പിന്നെ കരുതിക്കുട്ടിയുള്ള പിന്നീട് കൊണ്ടുവന്നല്ലേ ഇതൊക്കെ, ഇതൊന്നുമില്ലായിരുന്നല്ലോ മുമ്പേ. മാനേജ്മെന്റും വിദ്യാർത്ഥികളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് ഉപസമിതി തെളിവെടുക്കാൻ കോളേജിലെത്തിയത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സമരപന്തൽ അദ്ദേഹം സന്ദർശിച്ചു. കോളേജിന് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധി ഉള്ളതിനാൽ കനത്ത പോലീസ് കാവൽ കോളേജിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ AK ആന്റണി. ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ പിടിച്ചുപറി നടത്തുന്നുവെന്നും സ്വാശ്രയ എയ്ഡഡ് മേഖല വിജിലൻസ് നിരീക്ഷിക്കണമെന്നും AK ആന്റണി കൊച്ചിയിൽ പറഞ്ഞു. പ്രവർത്തിക്കുന്ന കാലഘട്ടത്തേക്കാൾ ഇന്ന് വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ്. തനി കച്ചവട മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുക. തനി കച്ചവടം. സ്വാശ്രയ മേഖലയായാലും കൊള്ളാം, എയ്ഡഡ് മേഖലയായാലും കൊള്ളാം, അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിമതി വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ. കൊച്ചി മെട്രോ ആദ്യഘട്ടം മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. ആലുവ മുതൽ പാലാരിവട്ടം വരെയാണ് മാർച്ച് അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുക. DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ ട്രാക്ക് പരിശോധന നടത്തി. നിർമ്മാണ പുരോഗതിയിൽ അദ്ദേഹം സംതൃപ്തിയും രേഖപ്പെടുത്തി. ആലുവ മുതൽ പാലാരിവട്ടം വരെ 14 കിലോമീറ്ററാണ് മെട്രോ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇവയ്ക്കിടയിലുള്ള 12 സ്റ്റേഷനുകളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 കോച്ചുകളുള്ള 9 ട്രെയിനുകളാണ് ആദ്യഘട്ടത്തിലുണ്ടാവുക. 20 മിനിറ്റ് കൊണ്ട് ആലുവയിൽ നിന്നും പാലാരിവട്ടത്ത് എത്താൻ കഴിയുന്ന തരത്തിലാണ് മെട്രോ ഓടുക. സർവീസിന് മുന്നോടിയായുള്ള ട്രയൽ റൺ
മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. ഇതിനിടെ ആദ്യഘട്ട സുരക്ഷാ പരിശോധനയും നടന്നിരുന്നു. മാർച്ചിൽ സർവീസിന് തയ്യാറാകുന്ന 9 ട്രെയിനുകളും 2000 കിലോമീറ്റർ ദൂരം ട്രയൽ റൺ പൂർത്തിയാക്കണമെന്നതാണ് ചട്ടം. മാർച്ച് അവസാനത്തോടെ ട്രയൽ റണ്ണുകളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനാവുമെന്നാണ് DMRC പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ മഹാരാജാസ് കോളേജ് വരെയും പിന്നീട് പേട്ട വരെയും മെട്രോ സർവീസ് നടത്തും. മെട്രോ പൂർണ്ണ സജ്ജമാകുന്നതോടെ 25.612 കിലോമീറ്ററിൽ 5 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്താനായി 25 ട്രെയിനുകൾ കൊച്ചിയിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ സൂചനാ പണിമുടക്ക്. സ്വകാര്യ ബസ് പെർമിറ്റുകൾ നിലനിർത്തുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. പോലീസ് സേനയിൽ വീണ്ടും അഴിച്ചുപണി. 29 ഡിവൈഎസ്പിമാരെ മാറ്റി നിയമിക്കാനും 35 സർക്കിൾ ഇൻസ്പെക്ടർമാരെ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥാനക്കയറ്റം നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. വിജിലൻസ്, ക്രൈംബ്രാഞ്ച് അടക്കമുള്ള സ്പെഷ്യൽ യൂണിറ്റുകളിലേക്കും ആണ് ഭൂരിഭാഗം സ്ഥാനചലനവും. ചാലക്കുടി, തൃശൂർ, വൈക്കം, തളിപ്പറമ്പ്, നെയ്യാറ്റിൻകര, തൊടുപുഴ, പത്തനംതിട്ട എന്നീ സബ് ഡിവിഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പിമാർക്കും സ്ഥാനചലനമുണ്ടായി. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് നേരെ ആക്രമണം. സ്മാരകത്തിന്റെ മതിലുകൾ തകർത്തു. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPIM. മന്ത്രി E ചന്ദ്രശേഖരൻ സംഭവ സ്ഥലം സന്ദർശിച്ചു. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി തെളിവുകളും ശേഖരിച്ചു. CPIM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേർ. പുലർച്ചെയോടെയാണ് ബോംബേറുണ്ടായത്. ഓഫീസിലെ KKN പരിയാരം ഹാൾ ബോംബേറിൽ തകർന്നു. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPIM. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലെ KKN പരിയാര ഹാളാണ് പെട്രോൾ ബോംബെറിഞ്ഞ് തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ചുമരുകളും ആസ്ബസ്റ്റോസ് ഷീറ്റും തകർന്നിട്ടുണ്ട്. അതേസമയം CPIM കോടിയേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം സുജിത്തിന്റെ വീടിനു നേരെയും ഇന്നലെ രാത്രി ബോംബാക്രമണമുണ്ടായി. രാത്രി 12:30 ശേഷമാണ് സംഭവം. വീട്ടുമുറ്റത്ത് വീണ് ബോംബ് പൊട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാർക്കും പരിക്കേറ്റില്ല. 2 സംഭവങ്ങൾക്ക് പിന്നിലും RSS ആണെന്ന് CPIM ആരോപിച്ചു. ഇവിടെ സർവകക്ഷി സമാധാന യോഗം ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടതിന് ശേഷവും ഇത്തരം ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. RSS പൊതുവിൽ സമാധാനത്തിന് വേണ്ടി പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു വിഭാഗം സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നിരന്തരമായ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത്. വ്യാപകമായ ആക്രമണങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ CPIM ഓഫീസുകൾക്കു നേരെയും പ്രവർത്തകർക്കു നേരെയും ഇന്നലെ രാത്രിക്ക് ശേഷം ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മമതാ സർക്കാരിനെതിരെ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ CPIML നേതാവ് KN രാമചന്ദ്രനെ കാണാനില്ലെന്ന് പരാതി. സമരത്തിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷമാണ് KN രാമചന്ദ്രനെ കാണാതായത്. അതേസമയം മമതാ സർക്കാരിൻ്റെ പോലീസ് രാമചന്ദ്രനെ തടങ്കൽ വെച്ചിരിക്കുകയാണെന്ന് CPIML കേന്ദ്ര കമ്മിറ്റി ആരോപിച്ചു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. വാർത്തകളിലേക്ക്. സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ ശുഭയാത്രയുടെ ഭാഗമായ സോഫ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനുമായി പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ മുഖ്യാതിഥിയായ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായ മോഹൻലാൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. റോഡ് അപകടങ്ങളുടെ പ്രാധാന്യവും അപകടങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളും മറ്റു ദുരന്തങ്ങളും നഷ്ടങ്ങളും കണക്കിലെടുത്ത് പ്രശ്നപരിഹാരത്തിനായാണ് കേരള പോലീസ് ശുഭയാത്ര എന്ന പദ്ധതി 2015 മുതൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പുതിയ പദ്ധതിയായ സോഫ്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. സോഫ്റ്റ് പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർക്കുള്ള ബാഡ്ജ് വിതരണം നടൻ മോഹൻലാൽ നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ പത്മശ്രീ മോഹൻലാൽ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഔപചാരികമായിട്ടുള്ള ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് ദൂരം ഇനിയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിനാൽ കേരള സർക്കാരിൻ്റെ കുടക്കീഴിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സഹകരിച്ച് ആത്മാർത്ഥമായി അർപ്പണബോധത്തോടെ പരിശ്രമിച്ചാൽ നമുക്ക് ലക്ഷ്യം വിദൂരത്തല്ല എന്ന് പ്രത്യാശിക്കാം. ഒപ്പം ഞാനും ഉണ്ടാകും. ഓർക്കുക, ഞാനൊരു
കേരളത്തിലെ നിരത്ത് റോഡിൽ ഒരു 45-50 ലക്ഷം കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഒരാളാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാനൊരു വലിയ അഭിമാനമായി കരുതുന്നു. ട്രാഫിക് ബുള്ളറ്റിൻ, ട്രാഫിക് പാർക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള ട്രാഫിക് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന സോഫ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ മുരളീധരൻ MLA, മേയർ VK പ്രശാന്ത്, DGP ലോക്നാഥ് ബെഹ്റ, ADGP B സന്ധ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റബ്ബർ ബോർഡ് പുനഃസംഘടന നീളുന്നതോടെ നാഥനില്ലാ കളരിയായി റബ്ബർ മേഖല. ദേശീയ റബ്ബർ നയം ജലരേഖയായി. ആവർത്തന കൃഷിക്കുള്ള റബ്ബർ സബ്സിഡി വിതരണം നിലച്ചു. BJPക്കുള്ളിലെ ഗ്രൂപ്പ് പോരാണ് പുനഃസംഘടന വൈകുന്നതിന് കാരണം. കർഷകരും കർഷക സംഘടനകളും പ്രതിഷേധത്തിലാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിച്ചതൊഴിച്ചാൽ റബ്ബർ ബോർഡ് പുനഃസംഘടന കടലാസിലൊതുങ്ങി. സുപ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. BJPക്കുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരും NDA ഘടകകക്ഷികളുടെ അവകാശവാദവുമാണ് നിയമന പ്രതിസന്ധിക്ക് കാരണം. ബോർഡ് പുനഃസംഘടന വൈകുന്നതിൽ കർഷകരും കർഷക സംഘടനകളും പ്രതിഷേധത്തിലാണ്. റബ്ബർ കൃഷിക്കാരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് വാണിജ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഉൽപാദനത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം 1 ലക്ഷത്തിൽ പരം ടൺ റബ്ബർ ഉൽപാദനം കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ റബ്ബർ ബോർഡിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് വലിയ താൽപര്യമില്ലെന്നതിന് വസ്തുതകൾ നിരവധിയാണ്. റബ്ബർ ബോർഡ് ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായി ഫീൽഡ് ഓഫീസുകൾ നിർത്തലാക്കി. ഉദ്യോഗസ്ഥരെ അന്യസംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഗവേഷണ പ്രവർത്തനങ്ങൾ ഭാഗികമായി. റബ്ബർ ആവർത്തന കൃഷിയുടെ സബ്സിഡി വിതരണം നിലച്ചു. 50 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്. റബ്ബർ നയം പ്രഖ്യാപിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ജലരേഖയായി. നയം തയ്യാറാക്കാൻ നിയമിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ചുവപ്പ് നാടയിൽ കുരുങ്ങി. 2.5 വർഷത്തിന് ശേഷം റബ്ബർ വിലയിൽ നേരിയ വർധനവ് പ്രകടമായപ്പോൾ കയറ്റുമതിയിലടക്കം പ്രോത്സാഹനം നൽകേണ്ട കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും മുഖം തിരിച്ചതാണ് സംസ്ഥാനത്തെ 12 ലക്ഷം റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സർക്കാർ മേഖലയിലുള്ള അലോപ്പതി ചികിത്സാ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ട് ഹെൽത്ത് കേരള പദ്ധതിക്ക് ആരോഗ്യവകുപ്പ് തുടക്കം കുറിക്കുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിച്ച് സൂക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ആദ്യഘട്ടമായി തിരുവനന്തപുരം ജില്ലയിലെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളാകെ ഒരു ശൃംഖലയായി വിവരം പരസ്പരം കൈമാറാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുകയും പൗരന്മാർക്ക് ചികിത്സയും തുടർ ചികിത്സയും കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും. ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ പരസ്പരം ബന്ധപ്പെടുന്ന രീതിയിലുണ്ടാകുമ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളാകെ മെച്ചപ്പെടുന്നതിനുള്ള സഹായകമായിട്ടത് വരും. ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ ബിസിനസ്സുകാരനും VKL അൽനമാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നിവയുടെ ചെയർമാനുമായ ഡോക്ടർ വർഗീസ് കുര്യരെ ശ്രീലങ്കൻ സർക്കാരിൻ്റെ വിനോദസഞ്ചാര വികസന ക്രിസ്ത്യൻ മതകാര്യ വകുപ്പിൻ്റെ ഉപദേഷ്ടാവായി നിയമിച്ചു. ശ്രീലങ്കയിലെ ടൂറിസം മേഖലയുമായും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വർഗീസ് കുര്യന് ആ മേഖലകളിലെ അറിവും പരിചയവും കണക്കിലെടുത്താണ് ഈ സ്ഥാനം നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ശ്രീലങ്കൻ ടൂറിസം ഡെവലപ്മെൻറ്റ് ആൻഡ് ക്രിസ്ത്യൻ റിലീജിയസ് അഫയേഴ്സ് വകുപ്പ് ഡെപ്യൂട്ടി മന്ത്രി അരുന്ധതി ഫെർണാണ്ടോ വർഗീസ് കുര്യന് കൈമാറി. ബഹ്റിനും ശ്രീലങ്കയുമായുള്ള വിനോദസഞ്ചാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ശ്രീലങ്കയിലെ അതിഥി സൽക്കാര സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഈ നിയമം ഗുണകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഗൾഫ് നാടുകൾക്ക് പുറമെ ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങളിൽ ഭൂവികസനം, കെട്ടിട നിർമ്മാണം, ആരോഗ്യപാലനം, അതിഥി സേവനം തുടങ്ങി ഒട്ടേറെ രംഗങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച വ്യക്തി കൂടിയാണ് വർഗീസ് കുര്യൻ. പ്രവാസി ഭാരതീയ സമ്മാൻ അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയായ വെൽത്ത് മാനേജ്മെന്റ് സർവീസസ് പ്രവർത്തനം ആരംഭിച്ചു. SBT എറണാകുളം ശാഖയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജനറൽ മാനേജർ S വെങ്കിട്ടരാമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനറൽ മാനേജർ അലോക് കുമാർ ശർമ്മ, ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ജോയി ആര്യക്കര, MD വിൻസെന്റ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ മാനേജ്മെന്റിന്റെ ഉപഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് ബാങ്ക് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്.